ഞാനിപ്പം റേറ്റ് പ്ലാൻസ് ഒക്കെ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുക. ബില്ലിംഗ് ടാരിഫ് പ്ലാൻസിലാണ് റേറ്റ് പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റമിൽ ആദ്യം 2 ടാരിഫ് ഉണ്ടാക്കണം. ഒന്ന് ബൈയിങ് റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ്, മറ്റേത് സെല്ലിംഗ് റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ്. അതിന്റെ നെയിമാണ് ഒറിജിനേഷൻ, ടെർമിനേഷൻ. ഒറിജിനേഷൻ ആണെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ്. ടെർമിനേഷൻ ആണെങ്കിൽ നമ്മൾ വെണ്ടാറിനടുത്ത് നിന്ന് മേടിക്കുന്ന റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ്. ആദ്യം ഒറിജിനേഷന്റെ ടാരിഫ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ക്രിയേറ്റ് മെത്തേഡിൽ ഫ്രഷ് പ്ലാൻ എടുക്കാം. പ്ലാൻ നെയിമില് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാനിന്റെ നെയിം കൊടുക്കാം. ഓണർ ഓപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാൻ ആരുടെ താഴെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ചൂസ് ചെയ്യാം. പൾസ് ഓപ്ഷനിൽ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ലിംഗ് അടിപ്പടയിൽ പൾസ് ഇടാം. അതായത് 60/60 കൊടുത്താൽ മിനിറ്റ് ബില്ലിംഗ് ആണ്, 1/1 കൊടുത്താൽ സെക്കൻഡ് ബില്ലിംഗ് ആണ്. നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ലിംഗ് അടിപ്പടയിൽ ഇവിടെ പൾസ് ഇടാം. ഗ്രേസ് പീരിയഡ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിൽ 2 കൊടുത്താൽ 2 സെക്കൻഡിൽ ഡിസ്കണക്ട് ആകുന്ന കോൾസൊക്കെ ബില്ലിംഗ് നടക്കില്ല, ഫ്രീ കോൾ പോലെ ആവും. നമുക്ക് ഇങ്ങനെ ഫ്രീ കോളിന്റെ ഓപ്ഷൻ എന്തെങ്കിലും വേണ്ടെങ്കിൽ ഗ്രേസ് പീരിയഡിൽ 0 ഇടാം. കറൻസി ടൈപ്പിൽ വേണ്ടിയ കറൻസി ടൈപ്പ് ചൂസ് ചെയ്യാം. പ്ലാൻ ഫോറിൽ ഒറിജിനേഷൻ. ഈ റേറ്റ് പ്ലാനിന്റെ ടെംപ്ലേറ്റ് ഈ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ഓപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് ഇങ്ങനെ എക്സൽ ഷീറ്റിന്റെ രീതിയിൽ ഉണ്ടാവും. അതില് നമ്മുടെ കസ്റ്റമർക്ക് അലോ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസും അതിന്റെ റേറ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുക്കണം. ആദ്യം കൺട്രി കോഡ്, പിന്നെ കൺട്രി നെയിം. റേറ്റില് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ്. ബ്ലോക്ക്ഡ് കോളമില് കോൾസ് ഒക്കെ അലൗഡ് ആണോ ബ്ലോക്ക്ഡ് ആണോ ഡീറ്റെയിൽ കൊടുക്കണം. ഇതിൽ ബ്ലോക്ക്ഡ് ഇട്ടാല് 91 ഡെസ്റ്റിനേഷന്റെ കോൾസ് ഒക്കെ ബ്ലോക്ക് ആയി പോകും. പ്രോഫിറ്റ് ചെക്കിംഗ് കോളമില് ട്രൂ ഇട്ടാല് നമ്മൾ വെണ്ടാറിന്റെ റേറ്റും, അതായത് നമ്മൾ മേടിക്കുന്ന റേറ്റും നമ്മൾ വിൽക്കുന്ന റേറ്റ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം കോൾസ് ഒക്കെ കണക്ട് ആവത്തുള്ളൂ. പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ കോൾസ് ഒക്കെ അങ്ങനെ ഡിസ്കണക്ട് ആയി പോകും. ഇവിടെ ഫാൾസ് ഇട്ടാല് നമ്മൾ പ്രോഫിറ്റ് ചെക്ക് ചെയ്യത്തില്ല, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും എല്ലാ കോൾസും കണക്ട് ആവത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് വേണ്ടിയ നമ്മൾ അലോ ചെയ്യാനുള്ള ഡെസ്റ്റിനേഷനും അതിന്റെ റേറ്റും കൊടുത്തിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആ ഷീറ്റിന് അപ്ലോഡ് ആക്കാം. പിന്നെ സേവ് കൊടുത്താൽ ബില്ലിംഗ് പ്ലാൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലാൻസ് ഒക്കെ താഴെ വ്യൂ ഗ്രിഡില് ഡീറ്റെയിൽസിനോടെ നമുക്ക് കാണാൻ പറ്റും. ആരുടെ ഓണറാണ്, പ്ലാന്റെ ഓണർ ആരാണ്, കറൻസി ടൈപ്പ് ഏതാണ്, എന്ന് ക്രിയേറ്റ് ചെയ്തത്, ആ പൾസ് നമ്മൾ പൾസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തത്, ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പർട്ടിക്കുലർ പ്ലാനിന് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിലോ ഇതില് ഡീആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാം. പുതിയതായിട്ട് ഡെസ്റ്റിനേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ല റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഈ പ്ലാനിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സൽ ഷീറ്റിന്റെ രീതിയിൽ പേജ് ഓപ്പൺ ആവും. ഇതിൽ ഫോർ എക്സാമ്പിൾ ഈ 91ന്റെ റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലോ ഇതിൽ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിന്റെ റേറ്റ് ചേഞ്ച് ആക്കാം. അല്ല പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ പുതിയതായിട്ട് ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഇതിൽ ആഡ് ആക്കാം.
സ്റ്റാറ്റസ് അലൗഡ്, പ്രോഫിറ്റ് ചെക്കിംഗ് എനേബിൾ, സേവ് കൊടുത്താൽ നമ്മൾ പുതിയതായിട്ട് ഡെസ്റ്റിനേഷൻ ആഡ് ആവും. ഇങ്ങനെ ബൾക്കായിട്ട് 100 ഡെസ്റ്റിനേഷൻ്റെ റേറ്റ് മാറ്റണോ അല്ല 100 ഡെസ്റ്റിനേഷൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ഓപ്ഷനിൽ പൾസ് ID അല്ലത് സ്റ്റാർട്ട് ആൻഡ് നെക്സ്റ്റ് പൾസ് കൊടുത്തിട്ട് ആദ്യം ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആക്കാം. ആ ടെംപ്ലേറ്റിൽ നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന ഡെസ്റ്റിനേഷനും അതിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. കോൾസ് അലൗഡ് ആണോ ബ്ലോക്ക്ഡ് ആണോ ഡീറ്റെയിലും, പ്രോഫിറ്റ് ചെക്കിംഗ് ട്രൂ. സ്റ്റാർട്ട് ആൻഡ് നെക്സ്റ്റ് പൾസ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ബില്ലിംഗ് ആണ്. 60 കൊടുത്താൽ അത് മിനിറ്റ് ബില്ലിംഗ് ആണ്. 1 കൊടുത്താൽ സെക്കൻഡ് ബില്ലിംഗ് ആണ്. നമുക്ക് വേണ്ടിയ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ട് ഇതിൽ ഓവർ റൈഡ് കൊടുത്ത് അപ്ലോഡ് ആക്കിയാൽ പണ്ടത്തെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഡിലീറ്റ് ആയിട്ട് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ മാത്രം അപ്ഡേറ്റ് ആവും. അപ്പൻഡ് കൊടുത്തിട്ട് ഷീറ്റ് അപ്ലോഡ് ആക്കിയാൽ പണ്ടത്തെ ഡെസ്റ്റിനേഷന് കൂടി പുതിയതായിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ആവും. ഓവർ റൈഡ് കൊടുത്തിട്ട് ഷീറ്റിന് അപ്ലോഡ് ആക്കാം. പണ്ടത്തെ ഡെസ്റ്റിനേഷൻസ് ഡിലീറ്റ് ആയിട്ട് പുതിയതായിട്ട് ഷീറ്റിലുള്ള ഡെസ്റ്റിനേഷൻ മാത്രം ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വേണ്ടിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ടെർമിനേഷൻ അതായത് ബൈയിങ് റേറ്റ് ടാരിഫ് എങ്ങനെയാ ഉണ്ടാക്കുന്നതിന് കാണാം. പ്ലാൻ ഫോറിൽ ടെർമിനേഷൻ ചൂസ് ചെയ്യാം. ക്രിയേറ്റ് മെത്തഡിൽ ഫ്രഷ് പ്ലാൻ എടുക്കാം. പ്ലാൻ നെയിമിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാനിന്റെ നെയിം, ഓണറിൽ ആരുടെ താഴെ ഈ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ചൂസ് ചെയ്യാം. പൾസിൽ വെണ്ടർ നമുക്ക് ഏത് ബില്ലിംഗിലാണ് കൊടുക്കുന്നത്, അതായത് സെക്കൻഡ് ബില്ലിംഗ് ആണോ മിനിറ്റ് ബില്ലിംഗ് ആണോ. സെക്കൻഡ് ബില്ലിംഗ് ആണെങ്കിൽ ഇവിടെ 1/1 കൊടുക്കാം. ഗ്രേസ് പീരിയഡിൽ 0 ഇട്ടാൽ എല്ലാ കോൾസും ബില്ലാവും. എക്സാമ്പിൾ 2 ഇട്ടാൽ 2 സെക്കൻഡിൽ ഡിസ്കണക്ട് ആകുന്ന കോൾസൊക്കെ ബില്ലിംഗ് നടക്കില്ല. കറൻസി ടൈപ്പിൽ ഇന്ത്യ കറൻസി ടൈപ്പ് ചൂസ് ചെയ്യാം. പ്ലാൻ ഫോറിൽ ടെർമിനേഷന്റെ ടെംപ്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഡൗൺലോഡ് ചെയ്യണം. ഒറിജിനേഷൻ ആൻഡ് ടെർമിനേഷൻ്റെ ടെംപ്ലേറ്റ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് 2 ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യണം. ഇപ്പം 9(1) ഡെസ്റ്റിനേഷൻ നെയിം, റേറ്റിൽ വെണ്ടർ നമുക്ക് കൊടുത്തിട്ടുള്ള റേറ്റ്, കോൾസ് ഒക്കെ ബ്ലോക്ക്ഡ് ആണോ അലൗഡ് ആണോ ഡീറ്റെയിൽ, പ്രോഫിറ്റ് ചെക്കിംഗ് ട്രൂ. പ്രയോറിറ്റിയിൽ റേറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 0 ഡിഫോൾട്ട് ആയിട്ട് 0 വെച്ചിട്ട് ക്രിയേറ്റ് ആക്കാം. നമ്മൾ റൗട്ടിംഗ് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഈ വെൻഡറിന് ഫസ്റ്റ് പ്രയോറിറ്റി, ഈ വെൻഡറിന് സെക്കൻഡ് പ്രയോറിറ്റിന് റൗട്ടിംഗ് കോൺഫിഗറേഷൻ ചെയ്തോളാം. പ്രയോറിറ്റി 0 വെച്ചിട്ട് റേറ്റ് പ്ലാൻ ക്രിയേറ്റ് ആക്കുമ്പോൾ ചെയ്യാം. 9(2) വെൻഡർ കൊടുക്കുന്ന റേറ്റ് അലൗഡ് ട്രൂ. പ്രയോറിറ്റി ഡിഫോൾട്ട് ആയിട്ട് എപ്പം എല്ലാ ടെർമിനേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പ്രയോറിറ്റി 0 വെച്ചിട്ട് ക്രിയേറ്റ് ആക്കാം. ഈ ഷീറ്റിന് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഷീറ്റിന് ഇവിടെ റേറ്റ് ഷീറ്റ് ഓപ്ഷനിൽ അപ്ലോഡ് ആക്കാം. സേവ് കൊടുത്താൽ ബില്ലിംഗ് പ്ലാൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലാൻസ് ഒക്കെ താഴെ ഈ വ്യൂ ഗ്രിഡിൽ ലിസ്റ്റ് ആവും. അതിൽ നമ്മൾ ഏതെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ല പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ
ഇതിൽ ചെയ്യാം. റേറ്റ്സ് ഒക്കെ മാറ്റണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ആക്കാം. ഇതിൽ മൈ പ്ലാൻസ് ക്ലിക്ക് ചെയ്താൽ ഉണ്ട് അഡ്മിൻ ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ്റെ താഴെ ക്രിയേറ്റ് ചെയ്ത പ്ലാൻസ് മാത്രം നമുക്ക് ലിസ്റ്റ് ആവും. ഓൾ പ്ലാൻസ് കൊടുത്താൽ അഡ്മിൻ ഓണറാക്കി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാൻ പ്ലസ് റീസെല്ലർ ഓണറാക്കി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാൻ 2 പ്ലാൻസും നമുക്ക് ലിസ്റ്റ് ആവും. ഈ ഓപ്ഷനിൽ ഈസി ആയിട്ട് ഡെലിറ്റ് ഡീആക്ടിവേറ്റ് ആക്റ്റീവ് ചെയ്യാം. ബൾക്കായിട്ട് 2-3 റേറ്റ് പ്ലാൻസ് ഒക്കെ നിങ്ങൾ ഡെലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ല ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഈസി ആയിട്ട് ഈ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം. ഇതാണ് ടെർമിനേഷൻ ആൻഡ് ഒറിജിനേഷൻ പ്ലാനിന്റെ ക്രിയേഷൻ മെത്തേഡ്. ഞാനിപ്പം റീസെല്ലേഴ്സ്, പിൻസ്, എൻഡ് യൂസേഴ്സ് ഒക്കെ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ പോകുക. ക്ലൈന്റ് റീസെല്ലർ ഓപ്ഷനിലാണ് റീസെല്ലർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓണർ ഓപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് ആരുടെ താഴെ, അതായത് ആരെ ഓണറാക്കി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആദ്യം അത് ചൂസ് ചെയ്യണം. ഗ്രൂപ്പ് ടൈപ്പില് നമുക്ക് 6 ലെവൽ ഉണ്ട്. ഈ ലെവൽസ് ടോപ്പ് ഡൗൺ ഹൈറാർക്കിയാണ്. അതായത് ഇപ്പം റീസെല്ലർ ക്രിയേറ്റ് ചെയ്താൽ റീസെല്ലർ ഓണറാക്കി വെച്ചിട്ട് അവരുടെ താഴെ സബ് റീസെല്ലർ, ഏജന്റ്, കോൾ ഷോപ്പ്, കമ്പനി മാത്രം ക്രിയേറ്റ് ആക്കാൻ പറ്റും. റീസെല്ലർ ഓണറാക്കി വെച്ചിട്ട് അവരുടെ താഴെ ഡിസ്ട്രിബ്യൂട്ടർ ക്രിയേറ്റ് ആക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ സബ് റീസെല്ലർ ക്രിയേറ്റ് ചെയ്താൽ സബ് റീസെല്ലർ ഓണറാക്കി വെച്ചിട്ട് അവരുടെ താഴെ ഉള്ള ഏജന്റ്, കോൾ ഷോപ്പ്, കമ്പനി ക്രിയേറ്റ് ആക്കാം. പക്ഷെ സബ് റീസെല്ലർ ഓണറാക്കി വെച്ചിട്ട് അവരുടെ താഴെ റീസെല്ലേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ക്രിയേറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇതിൽ ഗ്രൂപ്പ് ടൈപ്പ് ചൂസ് ചെയ്യാം. ബില്ലിംഗ് ടൈപ്പില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ എന്ന് ചൂസ് ചെയ്യാം. ബില്ലിംഗ് പ്ലാൻ ഓപ്ഷനിൽ ബില്ലിംഗ് ടാരിഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാം ഒറിജിനേഷൻ ടാരിഫ്, അതായത് സെല്ലിംഗ് ടാരിഫും അതിൽ ലിസ്റ്റ് ആവും. അതിൽ നമ്മൾ ഈ അക്കൗണ്ടിന് കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ് ചൂസ് ചെയ്യണം. ഗ്രൂപ്പ് ID, ഗ്രൂപ്പ് നെയിം സെയിം ആണ്. ഗ്രൂപ്പ് ID പാസ്വേഡ് ആണ്. ഈ റീസെല്ലർ അവരായിട്ട് ലോഗിൻ ചെയ്യാൻ കൊടുക്കുന്ന യൂസർ ID പാസ്വേഡ് ആണ്. ഗ്രൂപ്പ് ID, ഗ്രൂപ്പ് നെയിം സെയിം ആണ്. അമൗണ്ടില് ഇനിഷ്യൽ ആയിട്ട് ഈ റീസെല്ലറിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് ആണ് അമൗണ്ട്. സൈമൾട്ടേനിയസ് കോൾ ആണെങ്കിൽ ഈ റീസെല്ലറിന് നമ്മൾ കൊടുക്കുന്ന കോൾ കൗണ്ട് ആണ്. -1 ആണെങ്കിൽ അൺലിമിറ്റഡ്. PLMല് നമ്മുടെ സ്വിച്ച് IP കൊടുക്കണം. ഓവർഡ്രാഫ്റ്റ് ലിമിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ബാലൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇതിൽ 10 കൊടുത്താൽ വൺസ് അവരുടെ ക്രെഡിറ്റ് ലിമിറ്റ് $10 തീരുമ്പോൾ അവർക്ക് -10 വരെ യൂസ് ചെയ്യാൻ പറ്റും. വൺസ് അവർ റീചാർജ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ബാലൻസിന് നമ്മൾ എടുത്തോണം. ക്യാൻ എക്സിഡ് ക്രെഡിറ്റ് ലിമിറ്റ് S ആണെങ്കിൽ ഈ റീസെല്ലർ അവരുടെ താഴെ അൺലിമിറ്റഡ് യൂസേഴ്സ് ക്രിയേറ്റ് ആക്കാം. ക്യാൻ എക്സീഡ് ക്രെഡിറ്റ് ലിമിറ്റ് നോ കൊടുത്താൽ അവർക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ബാലൻസ് വെച്ചിട്ട് മാത്രം നമുക്ക് യൂസേഴ്സ് ക്രിയേറ്റ് ആക്കാൻ പറ്റും. യൂസർ ക്രിയേഷന് ലിമിറ്റ് ചെയ്യണമെങ്കിൽ ക്യാൻ എക്സിഡ് ക്രെഡിറ്റ് ലിമിറ്റ് നോ കൊടുക്കണം. അല്ല അൺലിമിറ്റഡ് യൂസേഴ്സ് ക്രിയേറ്റ് ആക്കാന്ന് വെച്ചാൽ യെസ് കൊടുക്കാം. ഈ ഇമെയിൽ ID ലോഗിൻ ഓത്തന്റിക്കേഷൻ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഉള്ള ഓപ്ഷൻ ആണ്. ലോഗിൻ ഓത്തന്റിക്കേഷൻ യെസ് കൊടുത്തിട്ട് ഇതില് ഈ റീസെല്ലറിന്റെ ഇമെയിൽ IDയോ അല്ല നിങ്ങളുടെ ഇമെയിൽ IDയോ കൊടുത്താൽ
റീസെല്ലർ ഒவ்வொരു പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ ആ ലോഗിൻ ലിങ്ക് ഇവിടെ കൺഫിഗർ ചെയ്തേക്കുന്ന ഇമെയിൽ ഐഡിയിൽ സെൻഡ് ആവും. പിന്നെ ആ ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പാനൽ ഓപ്പൺ ആണത്. ഇതിൽ മൾട്ടിപ്പിൾ ഇമെയിൽ ഐഡീസ് കോൺഫിഗർ ചെയ്തോളാം. മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി കൊടുത്താൽ ഓരോ പ്രാവശ്യം അവർ റീസെല്ലർ ആയിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ആ ലോഗിൻ ലിങ്ക് ഇവിടെ കോൺഫിഗർ ചെയ്തിരിക്കുന്ന 2 മെയിൽ ഐ ഡിയിലേക്കും സെൻഡ് ആവും. പിന്നെ ആ ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പാനൽ ഓപ്പൺ ആണത്. ഇങ്ങനെ ലോഗിൻ ഓത്തന്റിക്കേഷൻ വേണ്ടെങ്കിൽ ഇതിൽ നോ കൊടുക്കാം. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സേവ് കൊടുത്താൽ ഗ്രൂപ്പ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത റീസെല്ലേഴ്സ് ഫുൾ ഡീറ്റെയിൽസ് നോടി നമുക്ക് താഴെയുള്ള ഈ വ്യൂ ഗ്രിഡിൽ കാണാൻ പറ്റും. അവരുടെ ഗ്രൂപ്പ് ഐ ഡി, ആരുടെ താഴെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, പാസ്വേഡ്, അവർക്ക് കൊടുത്തേക്കുന്ന പാസ്വേഡ്, ഏത് ബില്ലിംഗ് പ്ലാനാ കൊടുത്തേക്കുന്നത്, എത്രയും ബാലൻസ്, എത്രയും നെഗറ്റീവ് ബാലൻസ്, അവർക്ക് കോൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ടോ. ഈ സൈമിൾട്ടേനിയസ് കോൾസിൽ അവർക്ക് കോൾ നിങ്ങൾ ലിമിറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ 100 മാത്രം കൊടുത്താൽ അവർ 100 കോൾസ് മാത്രം അളവ് ആവത്തുള്ളൂ. സ്റ്റേറ്റസ് ഓപ്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിന് ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻആക്റ്റീവ് ചെയ്യാം. ഗ്രൂപ്പ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. അതുപോലത്തെ ആക്റ്റീവ് ചെയ്യണമെങ്കിലോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആക്റ്റീവ് ചെയ്യാം. ഇങ്ങനെ ഡീറ്റെയിൽസ് ഈ വ്യൂ ഗ്രിഡിൽ നമുക്ക് ഈസി ആയിട്ട് കാണാം. റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ റീചാർജ് ഓപ്ഷനിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ പേജ് ഓപ്പൺ ആവും. ഇതിൽ നമ്മൾ 3 രീതിയിൽ റീചാർജ് ചെയ്യാം. ആഡ് ഫണ്ട് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സം അമൗണ്ട് കൊടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. ആഡ് ഫണ്ട് ആഡഡ് സക്സസ്ഫുള്ളി. ഇപ്പം അവരുടെ ബാലൻസിൽ റീചാർജ് ആയി കാണും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ റീചാർജ് എന്ന് വെച്ചാൽ റീചാർജ് പിൻ ഇവിടെ കൊടുത്തിട്ട് റീചാർജ് ആക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ അമൗണ്ട് കൊടുത്താൽ ഒരു റീസെല്ലറിൽ നിന്ന് മറ്റേ റീസെല്ലർക്ക് അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം ഫ്രം റീസെല്ലർ 1 നിന്ന് മറ്റേ റീസെല്ലറിന്റെ നെയിം ഇവിടെ കൊടുത്തിട്ട് എത്രയും അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് ഇതിൽ കൊടുത്ത് ട്രാൻസ്ഫർ ആക്കാം. ഈ സെറ്റിംഗ് ഓപ്ഷനിൽ നമുക്ക് മെയിൽ അലേർട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു റീസെല്ലറിന് ലോ ബാലൻസ് വരുമ്പോൾ നമുക്ക് അലേർട്ട് മെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. ആദ്യം ഇത് ഓൺ ആക്കണം. പിന്നെ ത്രെഷോൾഡ് ടൈപ്പിൽ ഫിക്സ്ഡ് അമൗണ്ടോ അല്ല പെർസെൻറ്റേജോ ചൂസ് ചെയ്യണം. ത്രെഷോൾഡ് വാല്യൂ ഇപ്പം എക്സാമ്പിൾ 5 കൊടുത്താലും ആ റീസെല്ലറിന് $5 എത്തുമ്പോൾ ബാലൻസ് $5 എത്തുമ്പോൾ നമുക്ക് അലേർട്ട് മെയിൽ ഉണ്ടാവും. മെയിൽ ഐ ഡി അലേർട്ട് മെയിൽ ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് വരണതോ അത് നമ്മൾ ഇവിടെ കൊടുക്കണം. മൾട്ടിപ്പിൾ മെയിൽ ഐ ഡിസ് കൊടുക്കാം. നമ്പർ ഓഫ് ടൈംസ് ടു സെൻഡ് ഇതിൽ എത്രയും പ്രാവശ്യം നമുക്ക് ഈ അലേർട്ട് മെയിൽ ലോ ബാലൻസിന്റെ അലേർട്ട് മെയിൽ കിട്ടണോ അത് ഇതിൽ കൊടുക്കണം. ടൈം ഇന്റർവെല്ല് എത്രയും ഇന്റർവെൽ ഗ്യാപ്പിൽ നമുക്ക് മെയിൽ ആണ്. 10 കൊടുത്താൽ 10 മിനിറ്റ്സിന് ഒരു പ്രാവശ്യം നമുക്ക് മെയിൽ അലേർട്ട് മെയിൽ വന്നുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സേവ് കൊടുത്താൽ ഈ റീസെല്ലറിന് അലേർട്ട് മെയിൽ റെഡിയാവും. ഈ റൈറ്റ്സ് ഓപ്ഷനിൽ ഒരു റീസെല്ലറിന് വേണ്ടിയ റൈറ്റ്സ് എനേബിളോ ഡിസേബിളോ ചെയ്തോളാം. എക്സാമ്പിൾ ആഡ് ഫണ്ട് ടു യൂസറിന് ഫണ്ട്
ആഡ് ചെയ്യുന്ന റൈറ്റ്സ് വേണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബോക്സിന് മൂവ് ചെയ്യാം. ഈ ബോക്സ് അൺഅസൈൻഡ് റൈറ്റ്സ് ആണ്. ഈ സൈഡിലുള്ള ബോക്സ് അസൈൻഡ് റൈറ്റ്സ് ആണ്. ഇത്രയും റൈറ്റ്സ് ഡിഫോൾട്ട് ആയിട്ട് അസൈൻ ആയി ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടാത്ത റൈറ്റ്സ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അൺഅസൈൻ ബോക്സിൽ മൂവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലോ അക്കൗണ്ട് പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലോ ഈ അഡ്രസ് ഓപ്ഷനിൽ നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ആക്കാം. റീസെല്ലർ ക്രിയേറ്റ് ചെയ്യുന്നതോ റീചാർജ് ചെയ്യുന്നതോ അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നതോ ഒരു അക്കൗണ്ടിനെ ആക്റ്റീവ് അല്ലാതെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതോ ഈ രീതിയിലാണ്. ഇപ്പം ഒരു റീസെല്ലറിന് ഓണറാക്കി വെച്ചിട്ട് അവരുടെ തല സബ് റീസെല്ലർ ഉണ്ടാക്കണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. ഈ ഓണർ ഓപ്ഷനിലും നമ്മൾ ആര് ഓണറാക്കി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ ഓണറിന് ചൂസ് ചെയ്യണം. അപ്പം എക്സാമ്പിൾ ഒരു റീസെല്ലർ 1ന്റെ താഴെ നിങ്ങൾ സബ് റീസെല്ലർ റീസെല്ലർ 2 ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓണറിൽ റീസെല്ലർ 1 ചൂസ് ചെയ്യണം. ഓപ്ഷൻസ് ഒക്കെ സെയിം പ്രൊസീജിയർ ആണ്. ഇപ്പം യൂസർ എൻഡ് യൂസർ പിൻസ് ഒക്കെ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ക്ലയന്റ് സബ്സ്ക്രൈബർ ഓപ്ഷനിലാണ് പിൻസ് ഓർ എൻഡ് യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സബ്സ്ക്രൈബർ ഓപ്ഷനിൽ 3 മെത്തേഡ് ഉണ്ട്. യൂസർ ക്രിയേഷന് വേണ്ടി 3 മെത്തേഡ് ഉണ്ട്. സിംഗിൾ യൂസർ, ബൾക്ക് യൂസർ, അപ്ലോഡ് യൂസേഴ്സ്. സിംഗിൾ യൂസർ ആണെങ്കിൽ ഒരു ടൈമിൽ ഒരു യൂസർ മാത്രം ക്രിയേറ്റ് ആക്കാൻ പറ്റും. യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ട് ക്രിയേറ്റ് ആക്കാം. ബൾക്ക് യൂസർ ആണെങ്കിൽ യൂസർ ഐ ഡി പാസ്വേഡ് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആക്കും. പക്ഷേ നമ്പർ ഓഫ് യൂസേഴ്സ് നമ്മൾ ക്രിയേറ്റ് ആക്കാം. അപ്ലോഡ് യൂസർ ആണെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് അപ്ലോഡ് ചെയ്തിട്ട് യൂസേഴ്സ് ക്രിയേറ്റ് ആക്കാം. ആദ്യം സിംഗിൾ യൂസർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാണാം. ക്രിയേഷൻ മോഡിൽ സിംഗിൾ യൂസർ, ഓണറിൽ അഡ്മിൻ അല്ലാതെ ഒരു റീസെല്ലറിന്റെ താഴെ നിങ്ങൾ തന്നെ പിൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമല്ല. ഡയറക്റ്റ് ആയിട്ട് ഓണറിൽ ആരുടെ താഴെ നിങ്ങൾ പിൻസ് ഉണ്ടാക്കണോ അവരായിട്ട് ചൂസ് ചെയ്തിട്ട് പിൻസ് ക്രിയേറ്റ് ആക്കാം. ഓണറിൽ അഡ്മിൻ. ബില്ലിംഗ് ടൈപ്പിൽ യൂസർ പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ എന്ന് ചൂസ് ചെയ്യണം. ബില്ലിംഗ് പ്ലാനിൽ നമ്മൾ ഈ യൂസറിന് കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ആക്കിയ പ്ലാൻ ചൂസ് ചെയ്യണം. യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് അവർ ലോഗിൻ ചെയ്യാൻ ആ യൂസർ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ആണ്. യൂസർ ഐ ഡി യൂസർ നെയിം സെയിം ആണ്. പാസ്വേഡ് ക്രെഡിറ്റ് ലിമിറ്റിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ അമൗണ്ട് കൊടുക്കാം. സൈമിൾട്ടേനിയസ് കോൾസ് ആണെങ്കിൽ നമ്മൾ യൂസറിന് അറ്റ് എ ടൈമിൽ നമ്മൾ എത്രയും കോൾസ് അലോ ചെയ്യാനുള്ള ഡീറ്റെയിൽ ആണ്. ഡിഫോൾട്ട് ആയിട്ട് ഒരു യൂസറിന് ഒരു ടൈമിൽ 2 കോൾസ് മാത്രം അലൗഡ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ബാലൻസ് ആണ്. നെഗറ്റീവ് ബാലൻസ് കൊടുക്കുന്നില്ലെങ്കിൽ 0 കൊടുക്കാം. രജിസ്റ്റർ IP അഡ്രസ് ആണെങ്കിൽ ഇതില് ഒരു ഡയലറിന്റെ IP കൊടുത്താൽ ആ IP വച്ചിട്ട് മാത്രം അത് യൂസർ രജിസ്റ്റർ ആവത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ രജിസ്റ്റർ IP അഡ്രസ് കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് സബ്മിറ്റ് കൊടുക്കാം. ആ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ താഴെ വ്യൂ ഗ്രിഡിൽ ഡീറ്റെയിൽസ് നോടി കാണാൻ പറ്റും.
അതുപോലത്തെ ബൾക്ക് യൂസർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ക്രിയേഷൻ മോഡിൽ ബൾക്ക് യൂസർ ക്ലിക്ക് ചെയ്യണം. ഓണർ ഓപ്ഷനിൽ ആരുടെ താഴെ ഈ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ചൂസ് ചെയ്യണം. റീസെല്ലർ 1 അവരുടെ താഴെ നിങ്ങൾ തന്നെ അവർക്ക് പിൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിൻ പാനലിൽ നിന്ന് റീസെല്ലർ ഓണറായി ചൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ആക്കാം. ബില്ലിംഗ് ടൈപ്പിൽ ഈ യൂസർ പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ എന്ന് ചൂസ് ചെയ്യണം. ബില്ലിംഗ് പ്ലാനിൽ ഈ യൂസറിന് കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാനിന് ചൂസ് ചെയ്യണം. നമ്പർ ഓഫ് യൂസേഴ്സിൽ നമ്മൾ എത്രയും യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് കൊടുക്കണം. ക്രെഡിറ്റ് ലിമിറ്റിൽ നമ്മുടെ യൂസറിന് കൊടുക്കുന്നുള്ള ബാലൻസ് കൊടുക്കണം. സൈമൾട്ടേനിയസ് കോൾ ആണെങ്കിൽ ആ യൂസറിന് ഒരു സമയത്തിൽ 2 കോൾസ് മാത്രം ഡിഫോൾട്ട് ആയിട്ട് പോകത്തുള്ളൂ. ബാച്ച് നെയിം ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം ബൾക്ക് യൂസേഴ്സും ഡൗൺലോഡ് യൂസർ ഓപ്ഷനിലിരുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ആ ഡൗൺലോഡ് യൂസർ ഓപ്ഷനിൽ ക്രിയേറ്റ് ആകുന്ന എക്സൽ ഷീറ്റ് ഇവിടെ കൊടുക്കുന്ന ബാച്ച് നെയിമിലാണ് ക്രിയേറ്റ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് ബാച്ചിന് കൊടുക്കാം. അപ്പം ഈ 10 ബൾക്ക് യൂസർ വെച്ചിട്ട് ക്രിയേറ്റ് ആകുന്ന എക്സൽ ഷീറ്റ് നെയിം ടെസ്റ്റ് ബാച്ച് ആയിട്ട് ഉണ്ടായിരിക്കും. പാറ്റേൺ ഐഡി ആണെങ്കിൽ 10 യൂസറിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ സീരീസ് 9566 ആയിരിക്കും. ഓവർഡ്രാഫ്റ്റ് ലിമിറ്റ് നെഗറ്റീവ് ബാലൻസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 0 ഇടാം. സബ്മിറ്റ്. അപ്പം ഒരു ടൈമിൽ 10 യൂസേഴ്സ് നമുക്ക് ക്രിയേറ്റ് ആവും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ വ്യൂ ഗ്രിഡിൽ കാണാൻ പറ്റും. അതിൽ ഈ സ്റ്റാർട്ടിംഗ് ഉള്ള 9566 സെയിം സീരീസ് ആണ്. ഇതിന്റെ നെയിമാണ് പാറ്റേൺ ഐ ഡി. അപ്ലോഡ് യൂസേഴ്സ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ക്രിയേഷൻ മോഡിൽ അപ്ലോഡ് യൂസേഴ്സ് സെലക്ട് ചെയ്യണം. ഓണർ ആരുടെ താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചൂസ് ചെയ്യാം. ബില്ലിംഗ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള യൂസേഴ്സ് പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ എന്ന് ചൂസ് ചെയ്യണം. ബില്ലിംഗ് പ്ലാനിൽ യൂസറിന് കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാന് ചൂസ് ചെയ്യണം. ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ ടെംപ്ലേറ്റിൽ കൊടുത്തോളാം. സൈമൾട്ടേനിയസ് കോൾസ് ഡിഫോൾട്ട് ആയിട്ട് ഈ യൂസറിന് ഒരു ടൈമിൽ 2 കോൾസ് മാത്രം അലൗഡ് ആണ്. ഓവർഡ്രാഫ്റ്റ് ലിമിറ്റ് വേണ്ടെങ്കിൽ 0 ഇടണം. ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഫയല് നമുക്ക് ഇവിടെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആയിട്ടും ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഒരു എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ആവും. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള യൂസർ ഐ ഡി, പാസ്വേഡ്, അവർക്ക് കൊടുക്കുന്ന ബാലൻസ്, ആ ഡീറ്റെയിൽസ് ഒക്കെ എത്ര യൂസർ വേണോ അത്ര യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഫിൽ ചെയ്തിട്ട് ആ ഷീറ്റിന് ഇവിടെ അപ്ലോഡ് ആക്കാം. സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് യൂസേഴ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി. ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് താഴെ നമുക്ക് ഈ വ്യൂ ഗ്രിഡിൽ കാണാൻ പറ്റും. ഇതിനും യൂസേഴ്സിന് ഡീആക്ടിവേറ്റ് ചെയ്യണോ അല്ല ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലോ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇതിൽ ഇൻആക്റ്റീവോ ആക്റ്റീവോ ചെയ്യാം. അല്ല റീചാർജ് ചെയ്യണമെങ്കിലോ ഇതിലും ഡയറക്റ്റ് ആയിട്ട് റീചാർജ് ചെയ്യാം. യൂസർ ക്രിയേഷൻ ഈ രീതിയിലാണ് 3 മെത്തേഡിൽ ചെയ്യാം. സെർച്ച് യൂസർ ഓപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സിന് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കാം.
നമുക്ക് സെർച്ച് മോഡിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. യൂസർ ID വെച്ചിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിൽ എക്സാക്ട് യൂസർ ID ഇവിടെ കൊടുക്കണം. എക്സാമ്പിൾ ഈ യൂസർ കൊടുത്താണ് ആ യൂസറിന് മാത്രം നമുക്ക് ഫിൽട്ടർ ആയി എടുക്കും. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ വ്യൂ ഗ്രിഡിൽ നിന്ന് കാണാം. ബാലൻസ് വെച്ചിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സെർച്ച് മോഡിൽ ബാലൻസ് ക്രൈറ്റീരിയ ഗ്രേറ്റർ ദാൻ അല്ല amount 10 ഇങ്ങനെ കൊടുത്താൽ $10 മുകളിലുള്ള യൂസേഴ്സ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പം $10 മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ആവും. അതുപോലത്തെ ഈ ക്രൈറ്റീരിയ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ആക്കാം. അല്ലാതെ ക്രിയേഷൻ ഡേറ്റ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിൽ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ആക്കാം. യൂസർ ID റേഞ്ച് കൊടുത്താൽ നമ്മൾ ഒരു 1000 യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു 100 യൂസേഴ്സിന് ഡീറ്റെയിൽസ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രം ഈ യൂസർ ടു യൂസർ ID കൊടുത്തിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കാം. അല്ല ഹൈറാർക്കി വേണ്ടെങ്കിൽ ഒരു യൂസർ എക്സാക്ട് യൂസർ ID കൊടുത്താൽ അവരുടെ ഹൈറാർക്കി ഇവിടെ ലിസ്റ്റ് ആവും. ഹൈറാർക്കി ഓപ്ഷനിൽ ഇപ്പം ഈ യൂസർ റീസെല്ലറിന്റെ അടിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നാൽ അഡ്മിൻ റീസെല്ലർ നെയിം പിന്നെ യൂസർ ഉണ്ടാവും. ഇങ്ങനെ ഹൈറാർക്കി നമ്മൾ ചെക്ക് ചെയ്തോളാം. യൂസേഴ്സ് ഓഫ് സബ് ഗ്രൂപ്പ്സ് കൊടുത്താൽ ഒരു റീസെല്ലറിന്റെ താഴെ എത്രയും യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സെർച്ച് മോഡിൽ യൂസേഴ്സ് ഓഫ് സബ് ഗ്രൂപ്പ്സ് സെലക്ട് ഗ്രൂപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള റീസെല്ലറിന്റെ നെയിം എടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ആ റീസെല്ലറിന്റെ താഴെ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ആവും. ഇങ്ങനെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് എടുക്കാം. ഡൗൺലോഡ് യൂസേഴ്സ് ഡൗൺലോഡ് യൂസർ ഓപ്ഷനിൽ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ബാച്ച് നെയിമിലാണ് എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ആകുന്നത്. ഇങ്ങനെ ഈ എക്സൽ ഷീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ആവും. അതിൽ നമ്മൾ എത്രയും യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാം. ആ സബ്സ്ക്രൈബർ ID പാസ്വേഡ് അവർക്ക് എത്രയും amount കൊടുത്തിട്ടുണ്ട് ആരുടെ താഴെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഗ്രൂപ്പായിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത ബൾക്ക് യൂസേഴ്സ് പോലായിട്ട് ഡെലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാം. അല്ല ക്രിയേറ്റ് ചെയ്ത ബൾക്ക് യൂസർ ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഡീആക്ടിവേറ്റ് കൊടുക്കാം. അപ്പം ഈ ബൾക്ക് യൂസർ ആയിട്ട് ഇപ്പം 1000 യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 യൂസേഴ്സ് ഒരു ടൈമിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് യൂസേഴ്സ് റീസെല്ലേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, റീചാർജ് ചെയ്യുന്നത്, മറ്റേ അപ്ഡേറ്റ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഞാനിപ്പം ഗേറ്റ് വേ എങ്ങനെയാ ആഡ് ചെയ്യുന്നത്, പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ റൗട്ട് എങ്ങനെയാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആ കോൺഫിഗറേഷൻസ് ഒക്കെ കാണിക്കാൻ പോവാം. റൗട്ടിംഗ് കോൺഫിഗറേഷൻ, ഗേറ്റ് വേ കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് സ്വിച്ച് ഓപ്ഷനിലാണ്. സ്വിച്ചിൽ ആദ്യം ട്രാഫിക് പാർട്ട്ണർ, ഫോർ എക്സാമ്പിൾ പുതിയതായിട്ട് ഒരു റൗട്ട് മേടിച്ചിട്ടുണ്ട്, ആ റൗട്ടിന്റെ IP പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്വിച്ചിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി സ്വിച്ച് ട്രാഫിക് പാർട്ട്ണർ ആദ്യം സെലക്ട് ചെയ്യണം. വെൻഡറിന്റെ നെയിമോ അല്ലാതെ നമ്മുടെ ഐഡന്റിഫിക്കേഷനക്ക് വേണ്ടി ഈ വെൻഡർ ഈ നെയിമിലാണ് ഉള്ളതെന്ന് നമ്മുടെ ഐഡന്റിഫിക്കേഷനക്ക് വേണ്ടി
ഒരു പാർട്ട്ണർ നെയിം ഉണ്ടാക്കുക. സേവ് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ട്ണർ താഴെ ഇവിടെ വ്യൂ ഗ്രിഡിൽ കാണാൻ പറ്റും. അതിന്റെ കോൺഫിഗറേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനായിട്ടുള്ള പേജ് ഓപ്പൺ ആണത്. ഇതില് നമ്മൾ ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. സ്വിച്ച് നെയിമില് ഡിഫോൾട്ട് ആയിട്ട് ആൾ തന്നെയാണ്. ഗേറ്റ് വേ നെയിമില് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വെണ്ടറിന്റെ നെയിം കൊടുക്കുക. ഗേറ്റ് വേ ടൈപ്പില് ടെർമിനേഷൻ ചൂസ് ചെയ്യുക. ഗേറ്റ് വേ ഐപിയില് ആ വെണ്ടർ നമുക്ക് കൊടുത്തിട്ടുള്ള റൗട്ടർ നമുക്ക് കൊടുത്തിട്ടുള്ള IP ഇവിടെ കൊടുക്കണം. ഗേറ്റ് വേ പോർട്ട് എന്ന് വെച്ചാല് ഡിഫോൾട്ട് ആയിട്ട് ഗേറ്റ് വേ പോർട്ട് 5060 തന്നെയാണ്. റൗട്ടർ സ്പെസിഫിക് ആയിട്ട് ഡിഫറെന്റ് പോർട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ടിന് ഇവിടെ കോൺഫിഗർ ചെയ്യാം. ടെർമിനേഷൻ ബില്ലിംഗ് പ്ലാൻ ആദ്യം ബില്ലിംഗ് ടാരിഫ്സില് ബൈയിങ് റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ്, അതായത് ടെർമിനേഷൻ ടാരിഫ്സ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ആവും. അതില് ഈ വെണ്ടറിന് റേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടാരിഫ് നെയിം ഇവിടെ ചൂസ് ചെയ്യണം. ടെർമിനേഷൻ ബില്ലിംഗ് ടൈപ്പ് പോസ്റ്റ്പെയ്ഡ് തന്നെയാണ്. ടെർമിനേഷൻ CPS എന്ന് വെച്ചാൽ കോൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രയും കോൾ നമ്മൾ അലോ ചെയ്യുന്നുള്ളത് കോൾ കൗണ്ട് ഇവിടെ കൊടുക്കണം. -1 കൊടുത്താൽ അൺലിമിറ്റഡ് ആണ്. ടെർമിനേഷൻ സഫിക്സ് ബ്ലാങ്ക് ആയിട്ട് ഇടുക. പാസ്വേഡില് നമ്മൾ ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്തിട്ട് സേവ് ആക്കാം. ഇതില് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഗേറ്റ് വേ IP ആൻഡ് ബില്ലിംഗ് പ്ലാൻ ആണ്. ഇപ്പം നമ്മള് ഒരു പുതിയതായിട്ടുള്ള ഗേറ്റ് വേ ആഡ് ചെയ്തു. ഈ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ ഈ റൗട്ടാണ് നമുക്ക് വേണ്ടിയതിന് സെറ്റ് ചെയ്യുന്നത്. റൗട്ടിംഗ് ഓപ്ഷൻ ആണ്. അത് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതിന് കാണാം. സ്വിച്ച് റൗട്ടിംഗ് സെലക്ട് ചെയ്യാം. അതില് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സിസ്റ്റമിൽ തന്നെ ഡിഫോൾട്ട് ആയിട്ട് ഡിഫോൾട്ട് റൗട്ടിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. ആ ഡിഫോൾട്ട് റൗട്ടിംഗ് പ്ലാനിൽ നമ്മൾ എന്ത് കോൺഫിഗർ ചെയ്താലും ആ കോൺഫിഗറേഷൻ ഈ സിസ്റ്റമിലുള്ള എല്ലാ യൂസറിനും ബില്ലിംഗ് പ്ലാനിനും റീസെല്ലറിനും അസൈൻ ആവും. റൗട്ടിംഗ് കോൺഫിഗറേഷൻ എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിന് ഈ സെറ്റിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പേജ് ഓപ്പൺ ആവും. ഇതില് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ആ ഡെസ്റ്റിനേഷനുക്ക് വേണ്ടിയ റൗട്ട് ചൂസ് ചെയ്യുന്നതും. ഇപ്പം 91 ഡെസ്റ്റിനേഷനും അതിന്റെ റൗട്ടും എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതിന് കാണാം. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കോൺഫിഗർ പേജ് ഓപ്പൺ ആവും. ഇതില് രണ്ടാമത്തെ ഓപ്ഷൻ ഡെസ്റ്റിനേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതില് A to Z എല്ലാ ഡെസ്റ്റിനേഷനും അലൗഡ് ആണ്. നമുക്ക് വേണ്ടിയ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇതില് സെർച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ആരോ മാർക്ക് ചൂസ് ചെയ്യുമ്പോൾ ഈ ഫീൽഡിൽ മൂവ് ആകും. പിന്നെ സേവ് കൊടുക്കാം. ഇപ്പം ഡെസ്റ്റിനേഷൻ 91 സെലക്ട് ആയി. ഈ 91 ഡെസ്റ്റിനേഷന് റൗട്ട് ഈ സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതില് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഗേറ്റ് വേ കോൺഫിഗറിന്റെ പേജ് ഓപ്പൺ ആവും. ഇതില് നമുക്ക് 91 ഡെസ്റ്റിനേഷന്റെ റൗട്ട് സെലക്ട് ചെയ്യുക. ടാറ്റ. പിന്നെ സേവ് കൊടുത്താല് ഇപ്പം 91 കോൾസ് ഒക്കെ ടാറ്റ റൗട്ടിന് വഴി കണക്ട് ആവും. ഇപ്പം 91 ഡെസ്റ്റിനേഷനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ റൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ആക്കാം. ഈ പ്ലസ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളം ഉണ്ടാവും. അതില് നമുക്ക് മൾട്ടിപ്പിൾ റൗട്ട്സ് ഉണ്ടാക്കാം. ഇതില് നമുക്ക് വേണ്ടിയ മറ്റേ റൗട്ട്സ് സെലക്ട് ചെയ്യാം.
ഈ റൗട്ടിംഗ് ഓപ്ഷനിൽ നമ്മൾ 3 രീതിയിൽ റൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പ്രയോറിറ്റി റൗട്ടിംഗ് ആണ്, സെക്കൻഡ് LCR റൗട്ടിംഗ് ആണ്. LCR എന്ന് വെച്ചാൽ ലീസ്റ്റ് കാസ്റ്റ് റൗട്ടിംഗ്. മൂന്നാമത്തെ പെർസെന്റേജ് റൗട്ടിംഗ് ആണ്. ആദ്യം പ്രയോറിറ്റി റൗട്ടിംഗ് എന്ന് വെച്ചാൽ 0, 1, 2 നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്തോളാം. 0 ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം 91 കോൾസസ് ഒക്കെ ഫസ്റ്റ് 0 പ്രയോറിറ്റി കൊണ്ട് ടാറ്റ ഗേറ്റ്വേയിൽ കണക്ട് ആവും. അതിലും ഫെയിൽഡ് ആണ് കോൾസ്, നെഗറ്റീവ് റെസ്പോൺസ് വരുന്ന കോൾസ് ഒക്കെ 1 പ്രയോറിറ്റി കൊണ്ട് RAS ഗേറ്റ്വേയിൽ കണക്ട് ആവും. ഇതിലും ഫെയിൽഡ് ആണ് കോൾസസ് ഒക്കെ രണ്ടാമത്തെ പ്രയോറിറ്റി കൊണ്ട് ഡിവോക്സ് ഗേറ്റ്വേയിൽ കണക്ട് ആവും. ഇങ്ങനെ കോൾസ് ഒക്കെ പ്രയോറിറ്റി വൈസിൽ കണക്ട് ആയി പോകും. LCR റൗട്ടിംഗ് ഓൺ ചെയ്താൽ നമ്മൾ 3 ഗേറ്റ്വേയില് റേറ്റ്സ് ഒക്കെ കമ്പയർ ചെയ്യും. LCR എന്ന് വെച്ചാൽ ലീസ്റ്റ് കാസ്റ്റ് റൗട്ടിംഗ് ആണ്. അപ്പം 3 റൗട്ടിംഗില് 91 ഡെസ്റ്റിനേഷന്റെ റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഏത് റൗട്ടില് റേറ്റ് കുറവാണോ ആ ഗേറ്റ്വേയിൽ ഫസ്റ്റ് കണക്ട് ആവും. പെർസെന്റേജ് റൗട്ടിംഗ് ഓൺ ആക്കി ഇട്ടാല് നമ്മൾ മിക്സിംഗ് എടുക്കാം. അതായത് 50, 20, 30 ഇട്ടിട്ടുണ്ട്. അപ്പം വരുന്ന 91 കോൾസിൽ 50% കോൾസ് ഫസ്റ്റ് ഗേറ്റ്വേയിൽ കണക്ട് ആവും, 20% കോൾസ് രണ്ടാമത്തെ ഗേറ്റ്വേയിൽ കണക്ട് ആവും, 30% കോൾസ് മൂന്നാമത്തെ ഗേറ്റ്വേയിൽ കണക്ട് ആവും. ഇങ്ങനെ മിക്സിംഗ് ആയിട്ട് കൊടുക്കാം. ഇതില് ഈ 3 ഓപ്ഷനില് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എനേബിൾ ചെയ്തിടാം. അപ്പം സേവ് കൊടുത്താല് നമ്മള് ഇതില് തന്നെ ഈസി ആയിട്ട് കാണാൻ പറ്റും. 91 കോൾസ് ഒക്കെ ടാറ്റ ഡിവോക്സ് റോക്സില് പെർസെന്റേജ് വൈസില് കണക്ട് ആവും. ഇപ്പം ഈ സെയിം 3 റൗട്ടില് എനിക്ക് മറ്റേ വേറെ ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ആഡ് ആക്കാം. 92 ഇതില് A to Z എല്ലാ ഡെസ്റ്റിനേഷനും അപ്ലോഡഡ് ആണ്. നമുക്ക് വേണ്ടിയ ഡെസ്റ്റിനേഷൻ ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്താല് ഇപ്പം 91, 92 കോൾസ് ഈ 3 ഗേറ്റ്വേയിൽ നമുക്ക് കണക്ട് ആവും. ഇപ്പം ഇത് അല്ലാതെ നമുക്ക് ഡിഫറെന്റ് ഡെസ്റ്റിനേഷന് ഈ 3 റൗട്ട് അല്ലാതെ നിങ്ങൾക്ക് പുതിയ റൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് പുതിയതായിട്ട് ബ്ലോക്ക് ആഡ് ആക്കാം. ഇതില് ഇപ്പം എക്സാമ്പിൾ ബംഗ്ലാദേശിന് എനിക്ക് ഈ 3 റൗട്ട് അല്ലാതെ വേറെ റൗട്ട് ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന് സെലക്ട് ചെയ്യാം. ആദ്യം സെലക്ട് ചെയ്ത് മൂവ് ആക്കാം. സേവ്. ഇപ്പം ബംഗ്ലാദേശ് സെലക്ട് ആയി. ഇതിന്റെ റൗട്ട് ഈ സൈഡിൽ നിന്ന് ഈസി ആയിട്ട് സെലക്ട് ആക്കാം. സെയിം. ഇപ്പം 880 കോൾസ് ഒക്കെ ഈ ഗേറ്റ്വേയിൽ കണക്ട് ആവും. ഇത് റൗട്ടിംഗ് പ്ലാനിന്റെ കോൺഫിഗറേഷൻ ആണ്. ഇപ്പം ഈ റൗട്ടിംഗ് പ്ലാനിൽ നമ്മൾ ചെയ്തേക്കുന്ന ഈ കോൺഫിഗറേഷൻസ് ഒക്കെ ഈ സിസ്റ്റമിലുള്ള എല്ലാ യൂസേഴ്സിനും റീസെല്ലേഴ്സിനും ബില്ലിംഗ് പ്ലാൻസും അസൈൻഡ് ആണ്. അതായത് എല്ലാ യൂസേഴ്സിന് 91, 92 കോൾസ് ഒക്കെ ഈ 3 ഗേറ്റ്വേയിലാണ് കണക്ട് ആവുന്നത്. എല്ലാ യൂസേഴ്സിനും 880 കോൾസ് ഒക്കെ ഈ റൗട്ടിലാണ് കണക്ട് ആണത്. ഇതുപോലത്തെ ഡിഫോൾട്ട് റൗട്ടിംഗില് നമ്മൾ എന്ത് കോൺഫിഗറേഷൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാലും അത് എല്ലാ യൂസേഴ്സിനും അസൈൻഡ് ആവും. ഇതല്ലാതെ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ റൗട്ടിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്താല് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്താല് അതിന്റെ കോൺഫിഗറേഷനിൽ നമ്മൾ എന്ത് സെറ്റ് ചെയ്താലും നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂസറിനോ അല്ലാതെ റീസെല്ലറിനോ ബില്ലിംഗ് പ്ലാനിനോ അസൈൻ ചെയ്തിടണം.
അതിനു വേണ്ടിയാണ് സബ്സ്ക്രൈബർ റൗട്ടിംഗ് ബില്ലിംഗ് പ്ലാൻ റൗട്ടിംഗ് ഓപ്ഷൻ ഉള്ളത്. ഇപ്പം സബ്സ്ക്രൈബർ റൗട്ടിംഗ് എടുത്താല് എക്സാമ്പിൾ ഒരു യൂസറിന് സെലക്ട് ചെയ്യാം. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാൻ സെലക്ട് ചെയ്യാം. ഇങ്ങനെ അസൈൻ ചെയ്ത് ഇട്ടാൽ മാത്രം ഈ പ്ലാനിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന കോൺഫിഗറേഷൻ, അതായത് 9.1 കൊടുത്തേക്കുന്ന റൗട്ടിന് 9.2 ഈ റൗട്ടിന് വഴി കോൾ പോകണം, അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന കോൺഫിഗറേഷനിൽ കോൾ പോകത്തുള്ളൂ. ഇങ്ങനെ സെറ്റ് ചെയ്യാതിട്ടാല് ഡിഫോൾട്ട് റൗട്ടിംഗിൽ ഏത് കോൺഫിഗറേഷൻ ഉള്ളതോ അതിലാണ് കോൾസ് ഒക്കെ കണക്ട് ആവുന്നത്. ഒരു യൂസറിന് ഒരു റൗട്ടിംഗ് പ്ലാൻ മാത്രം നമ്മൾ അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബില്ലിംഗ് പ്ലാൻ റൗട്ടിംഗ്, ഈ റൗട്ടിംഗില് നമ്മൾ ബില്ലിംഗ് പ്ലാനിൽ സെലക്ട് ചെയ്യാം. അതായത് ഈ ബില്ലിംഗ് പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഈ റൗട്ടിംഗ് പ്ലാൻ അസൈൻ ചെയ്താല് ഈ ബില്ലിംഗ് പ്ലാൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത എല്ലാ യൂസേഴ്സിനും റീസെല്ലേഴ്സിനും ഈ റൗട്ടിംഗ് പ്ലാൻ അസൈൻ ആവും. അപ്പം ഈ റൗട്ടിംഗ് പ്ലാനിൽ സെറ്റ് ചെയ്തേക്കുന്ന കോൺഫിഗറേഷനിൽ കോൾസ് ഒക്കെ കണക്ട് ആവും. ഇങ്ങനെ നമ്മൾ പുതിയ റൗട്ടിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം ഈ സബ്സ്ക്രൈബർ റൗട്ടിംഗിലോ അല്ലാതെ ബില്ലിംഗ് പ്ലാൻ റൗട്ടിംഗിലോ അസൈൻ ചെയ്ത് ഇടണം. അല്ലാതെ ഡിഫോൾട്ട് റൗട്ടിംഗ് പ്ലാനിൽ ചെയ്താൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ല. സ്വിച്ച് വ്യൂ ഗേറ്റ്വേയില് ഒരു യൂസറിന് ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ ഏത് റൗട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് ഈസി ആയിട്ട് കാണാം. അതായത് ഇതില് ഒരു യൂസർ നെയിം, ഈ ഡെസ്റ്റിനേഷനിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കുന്ന ഡെസ്റ്റിനേഷൻ കോഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്താല് ആ യൂസറിന് 9.1 ഡെസ്റ്റിനേഷനിൽ സെറ്റ് ചെയ്തേക്കുന്ന റൗട്ട് നെയിം ഇവിടെ ലിസ്റ്റ് ആവും. ഇതില് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഗേറ്റ്വേ ആഡ് ചെയ്യുന്നതും റൗട്ടിംഗ് കോൺഫിഗറേഷൻസ് ചെയ്യുന്നതും പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നതും. പിന്നെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും.